ഞാൻ തപ്പിക്കൊണ്ടിരിക്ക എല്ലാവരും തപ്പ കാട് കാണാനില്ല. എപ്പോഴേ ഫൈന്റെ നമ്മള് തപ്പുമ്പോ ആള് ഫൈന്റെ പാസ്പോർട്ട് എടുക്കാൻ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ അടിച്ചിട്ടുണ്ട്. ഹായ്, അപ്പൊ നമ്മുടെ പുതിയ പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വട്ടം നമ്മൾ 3 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുറച്ചധികം ഫീഡ്ബാക്കുകൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കൂടുതലും നിങ്ങൾ പോയ സ്ഥലത്തിന്റെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ശരിക്കുള്ള ട്രാവൽ വ്ളോഗും കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇനി വരുന്നതായിരിക്കും. പണിപ്പുരയിലാണ്. പിന്നെ സഞ്ജു ചേട്ടൻ നമ്മളൊപ്പം ഇല്ല, വേറെ ഒന്നല്ല. സഞ്ജു ചേട്ടൻ ചെറിയൊരു തലവേദന. ഇവര് അടുത്ത ആഴ്ച നാട്ടിൽ പോവാണ്. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് മാത്രമാണ് എടുക്കാൻ പറ്റുള്ളൂ. എല്ലാം കൊണ്ട് നമുക്ക് ഭയങ്കര പ്രതികൂലമായ സാഹചര്യമാണ്. നല്ല മഴയാണ്, വെളിച്ചത്തിന് നല്ല കുറവുണ്ട്. എന്നാലും നമ്മൾ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി അതിലേക്ക് കാട് കയറുന്നില്ല. നമ്മൾ ഫ്ലോറൻസിലേക്കുള്ള യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് വെനീസിലാണ്. വെനീസിൽ നിന്ന് ഫ്ലോറൻസിലേക്ക് ഉള്ള യാത്രയിലാണ്. അപ്പൊ നമ്മൾ ഫ്ലോറൻസിൽ ബുക്ക് ചെയ്തത് ഒരു അതിമനോഹരമായ ഒരു എന്താ ക്യാമ്പിംഗ് ഇൻ ടൗൺ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ക്യാമ്പാണ്. ഫ്ലോറൻസ് സിറ്റിക്ക് വളരെ അടുത്തായിട്ട് ഒരു 10 minutes ഡ്രൈവ് ആയിട്ട് ഉള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്. അവിടുന്ന് ഒരു ബസ് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫ്ലോറൻസിലെ സെന്ററിൽ ചെന്ന് ഇറങ്ങാനും പറ്റും. പിന്നെ അതാണ് ഒരു അത് ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ക്യാമ്പർ വൈബ് ഇല്ലേ, നമ്മൾ മുന്നേ കണ്ടിരുന്ന ഒരു ക്യാമ്പർ വൈബിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. നമുക്ക് ചെന്നപ്പോ ഒരു നമ്മുടെ കൊച്ചിയിലോ ഒക്കെ കാണുന്ന ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ ചെന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഒരു ശരിക്കും ഒരു വണ്ടർലാ വൈബ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫുള്ളി എന്താ പറയാ, നമ്മളൊരു നാട്ടിൽ നിന്ന് നമ്മളൊരു വണ്ടർലാ ഒക്കെ പോയ പോലെയാണ്. അതായത് അവർക്ക് വേണ്ടി മാത്രം റെസ്റ്റോറന്റുകള്, അതിന്റെ അകത്ത് സൂപ്പർ മാർക്കറ്റ്, സ്വിമ്മിംഗ് പൂള്, അങ്ങനെ അതൊരു ഭയങ്കര ഹൈഫൈ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പ് സൈറ്റ് ആയിരുന്നു. നമ്മള് അവിടെ പിന്നെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് സെപ്പറേറ്റ് ബെഡ്റൂമും അതിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും ഉണ്ടായിരുന്നു. 2 ബെഡ്റൂം. അത് യൂറോപ്പിലെ ഒരു ലക്ഷറിയാണ്. അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ബാത്റൂമോ അല്ലെങ്കിൽ ഒറ്റ ടോയ്ലറ്റോ ആണ് നമുക്ക് കിട്ടാറുള്ളൂ. പക്ഷെ ഇത് നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് ബാത്റൂം, സെപ്പറേറ്റ് ആയിട്ട് ടോയ്ലറ്റ്. അപ്പൊ ഞങ്ങൾക്ക് അത് നമ്മള് ക്യാമ്പിങ്ങിൽ നിന്ന് ഭയങ്കര ലക്ഷറിയിലേക്ക് ചെന്ന പെട്ട പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നെ. അപ്പൊ അതിലെടുത്ത് പറയേണ്ടത് നമുക്ക് ഹാൻഡ് പൈപ്പ് ഉണ്ടായിരുന്നു. വീണ്ടും ലക്ഷറി. അതേപോലെ മാത്രല്ല, പക്ഷെ ആ ഗേറ്റഡ് എന്ന് പറയുമ്പോൾ അത് ഫീൽ ചെയ്യും. കാരണം നമുക്ക് ഭയങ്കര കുറച്ചും കൂടി സെക്യൂരിറ്റി കൂടുതലാണ്. അതായത് നമ്മുടെ വാനില് അതിന്റെ ഒരു ടാഗ് ഇടണം, അല്ലെങ്കിൽ കൈമ ബാൻഡ് ഇടണം. അത് നോക്കുന്നുണ്ട് കേറി വരുന്നവരുടെ കയ്യിലുണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട്, അത് എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കര സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു ക്യാമ്പ് സൈറ്റ് ആയിരുന്നു. എനിക്കത് കണ്ടപ്പോ പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ ബൈസ്റ്റാൻഡർ ഒരു കൈമ ഒരു സാധനമൊക്കെ കെട്ടി തന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ വൈകിട്ട് എത്തി, ചെക്ക് ഇൻ ചെയ്തു. പിന്നെ ചെക്ക് ഇൻ ചെയ്യാൻ നമ്മളൊരു 3 വട്ടമൊക്കെ പഠിച്ചു എങ്ങനെയാണ് ക്യാമ്പർ സൈറ്റിൽ ചെക്ക് ഇൻ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഒരുവിധ ക്യാമ്പ് സൈറ്റുകളും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ചേച്ചി തന്നെയായിരുന്നു. അപ്പൊ ചേച്ചി ഞങ്ങളുടെ മെയിൻ പോരാളിയുടെ അപ്പൊ ഞാൻ സൈഡിന് പോകും. ഇങ്ങനെ എന്തെങ്കിലും സഹായത്തിന് ഞാൻ സൈഡിൽ നിൽക്കും. പക്ഷെ ഫ്യൂഷൻ ചെക്കിൻ ഒക്കെ വളരെ സ്മൂത്ത് ആണ്. നമ്മൾ ജസ്റ്റ് ചെല്ലുന്നു, നമ്മുടെ പാസ്പോർട്ടുകൾ കാണിക്കുന്നു. ഇറ്റലിയിലെ നിയമമുണ്ട്, അവരെല്ലാ ടൂറിസ്റ്റുകൾക്കും ഡേറ്റ എടുക്കണം. പിന്നെ കാരണം ടൂറിസ്റ്റ് ടാക്സ് ഉണ്ട്, അതുകൊണ്ട് എല്ലാ ആൾക്കാരുടെയും ID എന്തായാലും നമ്മൾ കൊടുക്കണം. അത് ആ ഒരു ചടങ്ങ് എല്ലായിടത്തും ചെയ്യാറുണ്ട്. ബട്ട് എല്ലാം ഭയങ്കര സ്മൂത്ത് ആണ്. ക്യാമ്പർ വാനിൽ തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്തിട്ട് തിരിച്ചങ്ങോട്ട് പോകാം. അത് കഴിഞ്ഞ് നമ്മള് ചെക്ക് ഇൻ ചെയ്തു. പിന്നെ നമ്മള് 2 പേരും വേഗം ചാടി വീണ്ടും യൂട്യൂബ് ജംസ് എന്താ പറയാ റീൽസിനുള്ള കണ്ടന്റിന് വേണ്ടിട്ട് ഞങ്ങള് പോയി ഫ്ലോറൻസില്. അന്ന് ഞങ്ങള് ആദ്യം പോയത് നമ്മുടെ ഏറ്റവും പഴയ ആദ്യം സ്റ്റാർട്ട് ചെയ്ത വൈദ്യശാല. അങ്ങനെയല്ല, ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും പഴയ വൈദ്യശാല എന്ന ഫാർമസി. അപ്പൊ അത് കണ്ടു. പക്ഷെ അത് ക്ലോസ് ആയി, ക്ലോസ് ആയി. അപ്പൊ അത് പരാജയപ്പെട്ടു അന്നത്തെ അറ്റംപ്റ്റ്. അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ പിന്നെ ഞങ്ങള് അവിടെ ഒരു റെസ്റ്റോറന്റ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഫ്ലോറൻസ് ടീ ബോൺ സ്റ്റേക്കിനൊക്കെ ഭയങ്കര ഫേമസ്. എനിക്ക് അത് അവിടെ എത്തണവരെ എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇത് ഭയങ്കര ഫേമസ് ആണ് ഇവിടെ എന്നുള്ളത്. ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാ, അപ്പൊ ഞങ്ങള് അന്ന് റിലാക്സ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോ
പക്ഷെ എന്താ ഇപ്പൊ നമ്മളെന്താ ചെയ്തത്, നമ്മള് അവിടെ അതിന്റെ അറ്റാച്ച്ഡ് റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ അവിടെ പോയി അവിടെ നിന്ന് നമ്മൾ കിട്ടുന്ന ഭക്ഷണം കഴിച്ചു, തിരിച്ചു വന്നു. ജസ്റ്റ് നമ്മളപ്പോ ഒരു സിനിമ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. പറയൂ, ആ സിനിമയെ കുറിച്ച് പറയൂ. ദി ഷൈനിങ് പറഞ്ഞ സിനിമ. അപ്പോൾ അത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അത് നമ്മുടെ അപ്പോഴത്തെ ഒരു അവസ്ഥയായിട്ട് കുറച്ച് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തരം സിനിമയാണ്. എന്ന് വെച്ചാൽ ഒരാൾ ഈ പറഞ്ഞ പോലെ ഒരു വിന്റർ ടൈമില് അപ്പൊ ഹോട്ടലുകളൊക്കെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ ആ ഹോട്ടലിൽ കെയർ ടേക്കർ വേണം, സ്വിച്ച് ഹീറ്റിംഗ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും കാര്യങ്ങൾ നോക്കാനൊക്കെ. അപ്പൊ അതായിട്ട് ഫാമിലി ആയിട്ട് പോയി നിൽക്കുന്നതും അങ്ങേർക്ക് ചെറിയ മാനസികമായ വിഭ്രാന്തികൾ സംഭവിക്കുന്നൊക്കെ വളരെ വളരെ കൾട്ട് ഫോളോയിങ് ഉള്ള ഒരു മൂവിയാണ്. അപ്പൊ അത് കണ്ടു. അത് ഞങ്ങള് പ്രത്യേകിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് കണ്ടോണ്ടിരിക്കണം. അതൊരു നമ്മള് പക്ഷെ ആ ഒരു ക്ഷീണത്തിൽ ഇങ്ങനെ ഉറങ്ങിപ്പോവും. ഒരു ത്രില്ലർ കണ്ടോണ്ട് ഉറങ്ങിപ്പോവും. അതെ, ഇവര് ഞങ്ങളെ കുറെ നിർബന്ധിച്ചു, നിങ്ങളും കാണുന്നു. പക്ഷെ നമ്മൾക്ക് അതിനുള്ള ഒരു കെൽപ്പ് ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഹൊറർ ഫിലിംസ് കാണാനായിട്ട്. കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതൊരു ഹൊറർ അല്ല, അത് ഒരു ത്രില്ലറാണ്. പക്ഷെ അത് ഏറ്റവും ബെസ്റ്റ് ഹൊറർ മൂവീസിൽ വരുന്ന ലിസ്റ്റിൽ ചെയ്യുന്നതാണ് ഷൈനിങ്. ഒരുപാട് പേർക്ക് വളരെ ഇഷ്ടമുള്ള സിനിമയാണ്. പൊതുവെ ഹൊറർ മൂവീസ് എന്ന് പറയുന്നത് അവസാനം ഈ മെന്റൽ അല്ലെങ്കിൽ സൈക്കാട്രിപരമായിട്ടുള്ള ബന്ധം, ഇപ്പൊ നമ്മുടെ തന്നെ കൾട്ടായിട്ടുള്ള മണിച്ചിത്രത്താഴ് നമ്മൾ വിചാരിക്കും അതൊരു ഹൊറർ മൂവിയാണെന്ന്, പക്ഷെ അവസാനം തിരിഞ്ഞു വരണത് മെന്റലി ഇതായിട്ടുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞ് പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുത്തെ ഒരു റെസ്റ്റോറന്റ്, ആദ്യം റെസ്റ്റോറന്റ് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ അവിടെ ഭയങ്കര ക്യൂ. അത് കഴിഞ്ഞ് ഞങ്ങള് സാധാരണ ചെയ്യണ പോലെ തന്നെ ഗൂഗിൾ മാപ്സിൽ റേറ്റിംഗ്സ് ഒക്കെ നോക്കിയപ്പോ ഒരു അടിപൊളി റെസ്റ്റോറന്റ് സ്റ്റേക്കിന് വേണ്ടിയിട്ടുള്ളതൊക്കെ. അപ്പൊ ഞങ്ങൾ അവിടെ പോയി. എനിക്ക് തോന്നുന്നു 45 മിനിറ്റോളം നമ്മൾ 1 മണിക്കൂർ എടുത്തോ. 1 മണിക്കൂർ മേലെ എടുത്തു തോന്നുന്നുണ്ട്. അവിടെ ചെന്നപ്പാടെ പറഞ്ഞു നിങ്ങൾ ഇത്ര സമയം വെയിറ്റ്. എനിക്ക് തോന്നുന്നു ഒരു 7 മണി 7:30 കണ്ടായപ്പോ റെസ്റ്റോറന്റിൽ എത്തി. പക്ഷെ അവര് പറഞ്ഞു 8:30 8:45 കണ്ടായിട്ടാണ്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ടേബിൾ കിട്ടുള്ളൂ. അതിന് നിങ്ങൾ ഓക്കെ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേര് എഴുതി കൊടുക്കാതെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്ര അധികം ആൾക്കാർ അവിടെ നിൽക്കണ കണ്ടപ്പോ പിന്നെ ഒറ്റ റെസ്റ്റോറന്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു സ്ഥലവും കാണാനില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കുഴപ്പമില്ല, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിന്റെ സൈഡിലുള്ള ഒരു സ്ഥലം ഇങ്ങനെ ഇരിക്കാനുണ്ട്. അവിടെ അങ്ങനെ ആൾക്കാർ ഇരിക്കുകയാണ് കേട്ടോ, പേര് കൊടുത്തിട്ട് ഇരിക്കുക. അപ്പം ഞങ്ങള് ചെറിയ സ്ഥലം കണ്ടു. അവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടി വഴിയാണോ അങ്ങനെ ഞങ്ങള് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഞങ്ങളുടെ മുൻപിൽ പേര് കൊടുത്ത ഒരാളുണ്ട്. അപ്പൊ ഞങ്ങൾ ആളെ നോക്കിയിട്ട് ഇരിക്കണം. ആളെ വിളിച്ചിട്ടായിരിക്കില്ല നമ്മള് വിളിക്കുന്നത്. അവിടെ ഇങ്ങനെ പേരുകൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. വലിയ റെസ്റ്റോറന്റും ആണ്, എന്നിട്ടും സീറ്റ് ഇല്ല എന്നാ പറയുന്നത്. ഓക്കെ, എന്നാലും നമ്മള് ക്ഷമിച്ച് കടിച്ചു പിടിച്ച് അവിടെ ഇരുന്നു. നമ്മള് അങ്ങനെ അവസാനം നമ്മളെ പേര് വിളിച്ചു. നമ്മൾ കയറി ചെന്നു. ഇറ്റലിയിലെ ഫുഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് ഒരു മാരകമായ ഒരു സംഭവമാണ്. നമുക്ക് ഇഷ്ടം പോലെ ഫുഡ് എന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉള്ള പല തരത്തിലുള്ള എക്കണോമിക് ആയിട്ട് നല്ല ഫുഡ് കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികള് പോർക്കും ബീഫൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇഷ്ടം പോലെ നല്ല ഫുഡ് ഇഷ്ടപ്പെടും. അത് എന്നിട്ട് ഞങ്ങൾ നമ്മൾ ചെന്ന് 2 ഡിഷ് കഴിച്ചു. എനിക്ക് തോന്നുന്നു നീ കഴിച്ചത് പോർക്കിന്റെ എന്തോ ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നെ. ഞാൻ എന്താ കഴിച്ചത് ഞാൻ മറന്നുപോയില്ലോ. ഞങ്ങള് പോയിട്ട് കുറച്ച് നാളായി, അത് കാരണം കൊണ്ട് മെമ്മറി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതിന്റെ വീഡിയോസ് ഞാൻ ഇടാവുന്ന അതിന്റെ വീഡിയോസ് ഞാൻ ഇടാം. അപ്പൊ ഞാൻ എന്റെ ഇടയിൽ എഴുതി കാണിക്കട്ടെ എന്താ നമ്മൾ ഫുഡ് കഴിച്ചത് എന്നുള്ളത്. അങ്ങനെ അന്നത്തെ റെസ്റ്റോറന്റ് നമുക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ അത്യാവശ്യം പിന്നെ വൈൻ എനിക്ക് തോന്നുന്നു ഇവള് വൈനാണ് പറഞ്ഞത്. അപ്പൊ വൈൻ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 750 ml ഹോം മെയ്ഡ് വൈനാണ് കൊണ്ടുവന്നത്. പിറ്റേ ദിവസമാണ്. ഓക്കെ, അപ്പൊ ഞങ്ങളത് കാണുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ ഇത് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പുറത്ത്. അപ്പൊ നമ്മള് വൈനൊക്കെ സാധാരണ രീതിയിൽ വൈൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. 750 ml വൈൻ ഇങ്ങനെ ഒരു ഫ്ലവർ വൈസ് പോലത്തെ സാധനത്തിൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കാണ്. ആൾക്കാരത് കുടിക്കുന്നുണ്ട്, വീണ്ടും ഓർഡർ ചെയ്യുന്നുണ്ട്, അത്രയും തന്നെ വീണ്ടും വരുന്നുണ്ട്, വീണ്ടും കുടിക്കുന്നുണ്ട്. നമ്മളന്ന് ബിയറാണ് കുടിച്ചിട്ടുണ്ടായത്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ നമ്മൾ വൈനിലേക്ക് കടന്നിട്ടില്ല. നമ്മളിവിടെ ബിയർ കുടിച്ച് പരിചയത്തുമ്പോ നമ്മൾ അവിടെ ബിയർ കുടിച്ച് അങ്ങനെ അവിടെ അന്ന് ഫുഡ് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന സ്റ്റേജ് എത്തി. അപ്പോഴാണ് നമ്മൾ വേറൊരു സത്യം മനസ്സിലാക്കിയത്, ബസ്സില്ല രാത്രി 10 മണിക്ക് ശേഷം ബസ്സുകൾ പൊതുവെ എല്ലായിടത്തും കുറയണം. നമ്മളത് മറന്നുപോയി. പക്ഷെ ഇതിൽ കാണിക്കുന്നുണ്ട്, ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട് ബസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ എന്നുണ്ടെങ്കിൽ ഇവര് നേരത്തെ ഉറങ്ങണം എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ.
അപ്പൊ ഞാൻ മുത്തുനോട് പറഞ്ഞു അവരെ നമ്മൾ ഉറക്കത്തിന്റെ എന്തായാലും വിളിച്ചെനിപ്പിക്കേണ്ടത് വരും. അങ്ങനെ നമ്മള് ബസ് കാത്തു നിക്കാണ്, ബസ് വരുന്നില്ല. അപ്പൊ ഞങ്ങള് ഇത് നോക്കി, ഊബർ നോക്കി. ഊബറും അവിടെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം എല്ലാവരും ഊബറാണ് വിളിക്കുന്നത്. ഭയങ്കര ഹൈ ടൈം ആയിരുന്നു ഊബറിന്റെ. ഈ ടാക്സികൾ വരുന്നു, അതിലേക്ക് ആൾക്കാർ കയറുന്നു പോകുന്നു, ഭയങ്കര തിരക്കും. അപ്പൊ ഞങ്ങൾ മനസ്സിലായി നടക്കണം. 3 കിലോമീറ്റർ ആണ് ഈ സെന്ററിൽ നിന്ന് അവിടെ വരെ ഉള്ളത്. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ നടക്കേണ്ടി വരും, എന്നാലും നമ്മൾ അവിടെ എത്താനായിട്ട് പറ്റുള്ളൂ. എന്നാലും അങ്ങനെ 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ബസ് കിട്ടി. ആ ബസ്സിലുള്ളവര് മുഴുവൻ ഈ ക്യാമ്പ് സൈറ്റിലേക്കുള്ള ഭയങ്കര ഫുള്ളായിരുന്നു. അത് വെച്ചാൽ ഫുൾ മിക്സഡ് ആൾക്കാരും, അതായത് ടൂറിസ്റ്റുകളായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാ, എല്ലാവരും കയ്യിൽ ഈ മഞ്ഞ ബാഡ്ജ് ഉണ്ട്. അത് കാണുമ്പോ നമുക്ക് മനസ്സിലാവും, ബാൻഡ് ഉണ്ട്. അത് കാണുമ്പോ നമുക്ക് മനസ്സിലാവും ഇവരെല്ലാവരും അവിടേക്കുള്ളവരാണ്. അപ്പൊ ഞാൻ മുത്തുനോട് പറഞ്ഞു, ഇപ്പുറത്തിരിക്കണവര് അങ്ങോട്ടുള്ളവരാ, അതിന് ഇപ്പുറത്തേക്ക് നോക്കിയാൽ ഇപ്പുറത്തിരിക്കുന്നവര് അങ്ങോട്ടുള്ളവരാ. പിന്നെ ആ ബസ് ശരിക്കും പറഞ്ഞ ടൂറിസ്റ്റ് ബസ് പോലെ ആൾക്കാർ അങ്ങോട്ടും തമ്മിൽ കളികളും സംസാരവും. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റോപ്പിലെത്തി. അവിടെ എത്തിയപ്പോ എല്ലാവരും ഇറങ്ങി. മഴ പെയ്യുന്നുണ്ടോ ചേച്ചിയെ? കുറച്ചുകൂടെ നീക്കിയിരിക്കുന്നുണ്ട്. നല്ല മഴയാണ് ഗൈസ്. ഇതൊന്നും സാധനം മൈ ഓക്കെ. അപ്പൊ അങ്ങനെ രാത്രി തിരിച്ചെത്തി. നമ്മള് ഫുഡ് കഴിച്ച കാരണം പിന്നെ ഇവര് നിങ്ങൾ ഉറങ്ങി. ഒരുപാട് ലേറ്റ് ആയിട്ടാ വന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. സാധാരണ മിന്നു ചേച്ചി ആണ് എഴുന്നേറ്റിരിക്കാറ്, സഞ്ജേട്ടൻ ഉറങ്ങലാണ് പതിവ്. പക്ഷെ അന്ന് ഞങ്ങൾ വിളിച്ചപ്പോ സഞ്ജു ചേട്ടൻ അത് അതിലോർത്ത് മിന്നു ചേച്ചിയൊക്കെ നേരത്തെ ഉറങ്ങി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസമാണ് ഞങ്ങള് കറക്റ്റ് ആയിട്ട് ഫ്ലോറൻസ് കാണാൻ ഇറങ്ങിയത്. അപ്പൊ എനിക്ക് തോന്നുന്നു വരണ വഴിയില് ചേച്ചി ഒരു ഗൈഡഡ് നമ്മളൊരു ഗൈഡഡ് ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ 10 o'clock ഇംഗ്ലീഷ് വാക്കിംഗ് ടൂർ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് രാവിലെ പുറപ്പെട്ടു. ഈ പറഞ്ഞ ബസ്സിൽ തന്നെ പോയി. അപ്പം എനിക്ക് തോന്നുന്നു ആ ക്യാമ്പ് സൈറ്റിലുള്ളവര് പൊതുവെ ക്യാമ്പർ വാൻ ആയിട്ട് വന്നവരായാലും കാറുകളായാലും അവിടെ ഇട്ടിട്ട് പിന്നെ അവര് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ്. അതെ, യൂറോപ്യൻ സിറ്റീസിലോട്ട് വണ്ടി കൊണ്ടുപോകാന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ ആയ കാര്യമല്ല. അപ്പൊ പിന്നെ അതില് കയറാൻ നിൽക്കുമ്പോഴും വലിയൊരു ക്യൂ ആയിരുന്നു. ഇവര് നേരത്തെ എഴുന്നേറ്റ് റെഡിയായി, ഇവര് നേരത്തെ പോയി. അതിന് മുൻപ് സഞ്ജു ചേട്ടൻ എനിക്ക് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ ടൂറിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒപ്പിച്ചിരിക്കും. ആളാണ് നമ്മളെ ഏറ്റവും നേരത്തെ എഴുന്നേൽക്കുക. അപ്പൊ രാവിലെ പോയിട്ട് ആള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നു. ഇവര് നേരത്തെ റെഡിയായി. നമ്മള് തലേ ദിവസം വന്ന് നേരം വൈകി കിടന്നതിന്റെ ഒരു ക്ഷീണത്തിൽ നമ്മൾ കുറച്ചു നേരം കൂടി ഉറങ്ങി. അത് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ വിട്ടോ, ഞങ്ങൾ വന്നോളാന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ക്യൂല് നിൽക്കുക. അത് ആ ടൈമിലെ ബസ് വന്നില്ല, അടുത്ത ബസ്സാ വന്നത്. അപ്പോഴേക്കും നിങ്ങളും വന്നു. ക്യൂ ഭയങ്കര വലിപ്പം. അതിന്റെ ഉള്ളിൽ കൂടെ കുറച്ചു പേരൊക്കെ ഇടയെ കയറാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആകെ ചീത്തയും ബഹളവും, പോയി പിന്നിൽ നിൽക്ക് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നാലും വന്ന ബസ് കാലിയായിട്ടാ വരണേ. എനിക്ക് തോന്നുന്നു ഫുള്ളായി. പക്ഷെ അതിന് തൊട്ട് പിന്നില് മറ്റേ ബസ് വന്നു, അത് കാലിയായിട്ട് പോവായിരുന്നു. നമ്മളുടെ നാട്ടില് KSRTC രണ്ടെണ്ണം ഒരുമിച്ച് വരും. അപ്പൊ എല്ലാവരും ആദ്യത്തേല് കയറും, പിന്നിലത്തെ വണ്ടി കാലിയായിരിക്കും. ആ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോ. അങ്ങനെ ക്യൂല് നിൽക്കുന്നവരെ നമ്മൾ കണ്ടു. പിന്നെ നമ്മള് 10 മണിക്കാണ് നമ്മുടെ ഗൈഡഡ് ടൂർ ആയിരുന്നത്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചില്ല വന്ന്. ഇല്ല കഴിച്ചു, പക്ഷെ നിനക്ക് കോഫി വേണമെന്ന് പറഞ്ഞു, തലവേദന എടുക്കുന്ന പറഞ്ഞിട്ട്. കോഫി കുടിക്കാനായിട്ട് ആ 10 ഞങ്ങൾ ഒരു 9:30 അവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് ഒരു സമയത്ത് ഞാൻ അവിടെ അടുത്തൊരു കോഫി, പിന്നെ സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്കണോമിക് ആണ്. അപ്പൊ പിന്നെ നമ്മൾ കോഫി മേടിക്കേണ്ട ഒരു ഡബിൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അപ്പൊ തന്നെ പോയി മേടിക്കും. അല്ലെങ്കിൽ ക്രോസാന്റ് പിന്നെ പിസ്താഷ്യ വെച്ചുള്ള 2.5 മാക്സിമം. അതൊക്കെ അപ്പൊ അത് കാരണം തന്നെ നമുക്ക് അത്ര ഭയങ്കര ലക്ഷറി ആലോചിക്കേണ്ട ആവശ്യമില്ല. നാട്ടിലൊക്കെ നമ്മള് ഒരു ചായ കുടിക്കാന്നുള്ള രീതിയിൽ നമുക്ക് ചായ കുടിക്കാം. അങ്ങനെ ഞാൻ കാപ്പി മേടിച്ചു. പിന്നെ ഗൈഡഡ് ടൂർ ആയിരുന്നു. അപ്പോഴാണ് നമുക്ക് ഫ്ലോറൻസിന്റെ ചരിത്രം, ആ ഒരു ഓൾഡ് ടൗണിന്റെ ചരിത്രമൊക്കെ നമുക്ക് മനസ്സിലാവും. ചേച്ചിക്ക് എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് നടന്ന് കാര്യങ്ങൾ കാണുക, അതിനെ കുറിച്ച് ചേച്ചി പറഞ്ഞോളൂ. അതെ, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മളൊരു യൂറോപ്പിലെ ഒരു സിറ്റി കാണുമ്പോ ഒരു ഗൈഡഡ് ടൂർ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ചരിത്രവും നമ്മൾ എന്താണ് കാണുന്നതിനെ കുറച്ചും കൂടി നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴും അതൊരു വർത്ത് പരിപാടിയാണ് വന്ന ഗൈഡഡ് ടൂർ എടുക്കല്. അത് നല്ല പരിപാടിയായിരുന്നു. കാരണം അപ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നത്. ഈ താജ്മഹലിന്റെ മാർബിൾ വെച്ചിട്ടാണ് അവിടത്തെ ഒരു കത്തീഡ്രൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒപ്പം വന്നവരുടെ മുൻപിൽ നമ്മൾ കുറച്ച് വെയിറ്റ് പിടിക്കും. ഇന്ത്യയിലെ താജ്മഹൽ ചോദിക്കൂലേ, നിങ്ങൾ എവിടുന്നാ, നിങ്ങൾ എവിടുന്നാന്നൊക്കെ. നമ്മള് പറഞ്ഞു ഇന്ത്യയിൽ നിന്നാണ്.
അപ്പൊ നമുക്ക് ഇത് അവിടെ താജ്മഹൽ ഉപയോഗിച്ച അപ്പൊ നമുക്ക് നമ്മളൊന്ന് നെഞ്ചൊക്കെ ഒന്ന് വിരിച്ചിങ്ങനെ അതുവരെ നമ്മളിങ്ങനെ വലിയ കാര്യമായിട്ടാണ് പറയുന്നത് താജ്മഹലിൽ ഉപയോഗിച്ച അതേ ക്യാൻബറ അതെ അപ്പൊ നമ്മള് കുറച്ചും കൂടി പ്രൗഡ് ആവും. അപ്പൊ നമുക്കൊന്ന് ഇതൊക്കെ എന്ത് ഇതിലും കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ കാണാനില്ല എന്നുള്ളൊരു പ്രൗഡ് മൂമെന്റ് അപ്പൊ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് 1 മണിക്കൂർ ഉണ്ട്. പിന്നെ അതിന്റെ അകത്തുള്ള ഏറ്റവും ലോങ്സ്റ്റ് എയർ പാസേജോ എന്താ വസായി കോറിഡോർ ആണോ? അത് വസായി കുടുംബം യൂസ് ചെയ്തിരുന്ന ഒരു കോറിഡോർ. അതൊക്കെ എല്ലാം നമ്മൾ പുറത്തുനിന്ന് കണ്ടു. ഇപ്പൊ വസായി കോറിഡോറിലേക്ക് എൻട്രി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ പണ്ടേ ബുക്ക് ചെയ്ത് പോകും. വളരെ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ്. അതായത് ഒരു ഫാമിലിക്ക് മാത്രം സിറ്റിയുടെ ഉള്ളിൽ കൂടെ അവരെ 2 പാലസ് തമ്മിൽ കണക്ട് ചെയ്യണം. അത് മാത്രമായിട്ടുള്ള ഒരു കോറിഡോർ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അങ്ങാണ്ട് നീളത്തില്. അത് ഭയങ്കര സംഭവം തന്നെ. അവരുടെ ഒരു റിച്ച്നെസ്സും അല്ലെങ്കിൽ അവരുടെ ഒരു സെക്യൂരിറ്റി അവരെ അന്ന് കാലത്ത് എത്രത്തോളം ലെവലില് അതും. പിന്നെ അവർ പറഞ്ഞു വസായി കുടുംബം സാധാരണക്കാരായിരുന്നു. അവരൊരു ബ്ലൂ ബ്ലഡഡ് റോയൽ ഫാമിലി ആയിരുന്നില്ല. അവരെന്നിട്ട് ഉയർന്നു വന്നതാണ്. അത് സെൽഫ് മെയ്ഡ് ആയിട്ട് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചുറ്റുള്ള ആൾക്കാർക്ക് ഒരു ശത്രുത സ്വാഭാവികം. അപ്പൊ അത് കാരണം കൊണ്ട് അവര് കാണുമ്പോ ഈ ബാക്കിയുള്ള റിച്ച് ആൾക്കാർ കല്ലെറിയാനും ഇതിനൊക്കെ പോയ കാരണം കൊണ്ടാണ് അവരത് അന്ന് ഉണ്ടാക്കിയത്. പിന്നെ അവര് ഫാമിലിയിലോ ഒരാളെ കൊല്ലപ്പെട്ടു. അപ്പൊ അങ്ങനെയൊക്കെയാണ് അത് ഉണ്ടാക്കിയത്. അപ്പൊ നമ്മൾ അതിൽ കൂടെ പോകുമ്പോ അപ്പൊ നമ്മളിപ്പോ പോകുന്നത് അത്രയും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്തിലൂടെയാണ് എന്നുള്ളത് നമുക്ക് ഒരു ഗൈഡ് ടൂർ വേണം ശരിക്കും. അതൊരു നല്ല കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെന്തായ പിന്നെ നമ്മള് അവിടെ ഈ സ്ഥലങ്ങൾ കുറെ അത് 1 മണിക്കൂർ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വീണ്ടും ഈ ഗൈഡ് പറഞ്ഞത് ഞങ്ങള് പോയി റീൽസിന് വേണ്ടി. അതായത് അതിൽ കുറെ ഫണ്ണി കാര്യങ്ങള് ആള് പറഞ്ഞു കേട്ടോ. അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടുകാർ തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നടുക്കൊരു ഭീമ പോലെ കാണാം. അപ്പൊ നമ്മളിത് എന്താന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, അല്ല ചോദിക്കുന്നതിന് മുമ്പേ അവര് പറഞ്ഞു കല്യാണം കഴിക്കുമ്പോ അവര് കുറച്ചുകൂടി വലുതായി, ഫാമിലി വലുതായി, വീടുകൾ തമ്മില് സിംബോളിക്കലി യോജിപ്പിക്കുന്നു. അതായത് ഇപ്പൊ ഈ 2 വീടുകളുടെയും വെൽത്ത് അവർക്ക് ഉണ്ട്. അപ്പൊ അവര് കൂടുതൽ റിച്ച് ആയി എന്നൊക്കെ കാണിക്കാനായിട്ട് പവർഫുൾ ആയി അതൊക്കെ കാണിക്കാം, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഇത്. അങ്ങനെ പിന്നെന്താ പിന്നെ ഹീൽസ് കണ്ടുപിടിച്ചത്, ആ ഒരു ഷോപ്പിന്റെ മ്യൂസിയം, അങ്ങനെ കൊറേ കാര്യങ്ങള് നമ്മള് ഫണ്ണി ആയിട്ടുള്ള കണ്ടു. പിന്നെ ലൈബ്രറി തന്നെ നൈറ്റ് ആവുമ്പോ തിയേറ്ററായി മാറുന്നത് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിലുള്ള ബുക്കും കാര്യങ്ങളും. നമ്മൾ പോയ സമയത്ത് ഏതൊരു ഫിലിം അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഇറ്റാലിയനിലാണ് പ്ലേ ചെയ്യുന്നത്. മർലിൻ മൺറോയുടെ മൂവി ആയിരുന്നു അത്. ആണോ? എനിക്ക് തോന്നുന്നു ഏതാണ് ആ മൂവി എടുത്തിരിക്കണത് ആ ഭാഷയാണ് അവിടെ. ഒറിജിനൽ ഭാഷ തന്നെ, ഡബിംഗ് ഒന്നും അവിടെ ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലം നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മള് ഉച്ച ലഞ്ച് ടൈം ആയപ്പോഴേക്കും അത് കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തലേദിവസം പോയ റെസ്റ്റോറന്റിൽ തന്നെ നമുക്ക് ഇവരെ കൊണ്ടുപോകണം, അതായത് ടേസ്റ്റ് ഇവരെ അറിയിക്കണം എന്നുള്ളത് നമ്മൾ എന്തായാലും വിചാരിച്ചു. അതിനു മുമ്പ് ഇവിടെ ഫ്ലോറൻസില് അപ്പൊ ഇവര് നിങ്ങള് റീൽസ് എടുക്കാൻ പോയി. അപ്പൊ ഞങ്ങള് ജസ്റ്റ് അവിടെ കറങ്ങി നടക്കായിരുന്നു. അപ്പൊ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ഫ്ലോറൻസ് ഭയങ്കര ഫേമസ് ആണ് ലെതർ ഗുഡ്സ്. അപ്പൊ ഇറ്റാലിയൻ ലെതർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ മാർക്കറ്റ് ഉണ്ട്, ഈ ഇറ്റാലിയൻ ലെതറിന്റെ മാർക്കറ്റ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് അതിന്റെ കുറെ റിവ്യൂ കണ്ടു. അപ്പൊ നമുക്ക് അവിടെ വളരെ എന്നുവെച്ചാൽ ലെതർ ഗുഡിന് ഒരു ഇറ്റാലിയൻ ലെതറിന് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 30 യൂറോ 50 യൂറോനൊക്കെ ലെതർ കിട്ടും. പക്ഷെ നല്ല ആ ഒരു സ്ട്രീറ്റ് ഫുള്ള് ഇതാണ്. പക്ഷെ ഞാൻ അതിന് മുമ്പ് ഒരുപാട് റിവ്യൂസ് ഇങ്ങനെ അതിനെ കുറിച്ച് ആൾക്കാർ പറയുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ എല്ലാം ചൈനയിൽ നിന്ന് വരുന്നതാണ്, വെറുതെ അവര് മെയ്ഡ് ഇൻ ഇറ്റലി എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒത്തന്റിക് വേണമെങ്കിൽ അവിടെ കടകളുണ്ട്, അവിടുത്തെ ക്രാഫ്റ്റ്സ്മെൻ തന്നെ ചെയ്യുന്നത്. പക്ഷെ അവിടെ പോയാൽ ഈ പറഞ്ഞ 300, 400, 500 യൂറോ അതെ കൂടും. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് അപ്പൊ എനിക്ക് അത്രയ്ക്ക് താല്പര്യം തോന്നിയില്ല. ഞാൻ പോയി ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഫുൾ ബംഗ്ലാദേശികളാണ് അവിടുത്തെ സ്റ്റോർസിലൊക്കെ നിൽക്കുന്നത്. നമുക്ക് ഇന്ത്യയിലെ ഏതോ ഒരു മാർക്കറ്റിൽ പോയിട്ട് ഒരു ഫീൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് എന്തോ പിന്നെ വേറെ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ പരിപാടി. അപ്പൊ എനിക്ക് അപ്പൊ ഒന്നും അങ്ങനെ ഒരു വാങ്ങാനൊന്നും ഒരു മോട്ടിവേഷൻ തോന്നിയില്ല. ഞാൻ ജസ്റ്റ് അതിന്റെ ഉള്ളിൽ കയറി അന്നാ വല്ലഞ്ച് കഴിക്കാൻ പോകുന്നു. പക്ഷെ എനിക്ക് പിന്നെ വണ്ടിയിൽ ഇരുന്നപ്പോ തോന്നി അല്ലെങ്കിൽ വാങ്ങാം. പക്ഷെ പിന്നെ ഒരു നഷ്ടബോധം തോന്നി. നാട്ടിലായിരിക്കെങ്കിലൊക്കെ അമ്മയ്ക്കോ അമ്മാമ്മയ്ക്കൊക്കെ വാങ്ങി കൊടുക്കായിരുന്നു.
പക്ഷെ നമ്മൾ ആലോചിക്കുമ്പോ നമുക്കിപ്പോ ബോംബെയിലൊക്കെ ധാരാവിയിലൊക്കെ ഭയങ്കര ഇതൊരു ഇൻഡസ്ട്രിയാണ് ലെതർ ഗുഡ്സിന്റെ. ഈ 2000-3000 രൂപയ്ക്ക് നല്ല ഹൈ ക്വാളിറ്റി ലെതർ നമ്മുടെ നാട്ടിൽ കിട്ടും. അപ്പൊ എനിക്ക് തോന്നി ഞാൻ വെറുതെ മെയ്ഡ് ഇൻ ചൈന സാധനം ഇവിടുന്ന് വാങ്ങേണ്ട ആവശ്യമില്ല ആക്ച്വലി. അപ്പൊ അതും അതിന്റെ ഒരു വർത്ത് എക്കണോമിക്കലി ചിന്തിക്കും, ഇത് ഇവിടെ മേടിക്കണോ, നമുക്ക് കുറച്ചും കൂടി ഇതേ സാധനം തന്നെ നാട്ടിൽ ഇതിന് നല്ല ക്വാളിറ്റിയില് നല്ല പ്രൈസിന് നമ്മുടെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങാവുന്ന സാധനം. അത് ശരിക്കും സത്യത്തിൽ ഇപ്പൊ ഇവിടെ നിന്ന് കൊണ്ടുപോകണതിൽ ഇപ്പൊ വലിയൊരു അർത്ഥമല്ല. ഇപ്പൊ ഇറ്റലിയിൽ പോയാലും ചിലപ്പോ അത് ഡിസൈനിങ് മാത്രമായിരിക്കും ഇറ്റലിയില്, പ്രൊഡക്ഷൻ വേറൊരു സ്ഥലത്തായിരിക്കാം. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഇറ്റലിന്ന് ഒരു യൂറോപ്യൻ ഫീലോട് കൂടി കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കണമെങ്കിൽ പറഞ്ഞ പോലെ 200-300 നമുക്ക് വേണ്ടി മാത്രം ക്രാഫ്റ്റ് ചെയ്തത് അങ്ങനെ ചെയ്യേണ്ടി വരും. പിന്നെ ഒരുവിധ സാധനങ്ങളെല്ലാം ഇപ്പൊ നാട്ടിൽ കിട്ടുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെ നിന്ന് അത്രേ പ്രഷ്യസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പല സാധനങ്ങളും ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇപ്പൊ ടോബ്ലറോണിന്റെ ഒക്കെ ഇപ്പൊ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന സാധനം എല്ലായിടത്തും കിട്ടും. ഇപ്പൊ ലിൻഡോ ടോബ്ലറോണൊന്നും നാട്ടിലൊരു പുതുമയില്ല. എല്ലാവരുടെ കയ്യിൽ എല്ലാവരും എപ്പോഴും ഗ്ലോബലൈസേഷൻ ഭാഗമായിട്ട് എല്ലാവരും എത്തി. അത് കാരണം ഇപ്പൊ അതൊന്നും നമുക്കിപ്പോ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നതിലൊരു പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പപ്പയോ അല്ലെങ്കിൽ കുഞ്ഞു പപ്പയൊക്കെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തരില്ലേ ഇങ്ങനെ. ഓ അപ്പൊ ആ സാധനം അപ്പൊ മാത്രം നമുക്ക് കിട്ടണോ, അപ്പൊ ഭയങ്കര സന്തോഷം. വരെ അന്ന് ഗൾഫിൽ നിന്ന് വരുന്നവരുടെ കയ്യിലെ കണ്ടിട്ടുള്ളൂ. 4 എണ്ണായിട്ടുള്ള ഇങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നൊക്കെ. സിൽവർ പേപ്പറിൽ ഇപ്പൊ എല്ലാം കഴിഞ്ഞു. ഇപ്പൊ ഈ ഗ്ലോബലൈസേഷൻ ഇന്ത്യയിൽ ഇപ്പൊ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മള് ഉച്ചക്ക് ഇവരെ കഷ്ടപ്പെട്ട് അല്ല ഞങ്ങള് ലൊക്കേഷൻ അയച്ചു കൊടുത്തു. ഞങ്ങൾ ആദ്യം പോയി, ഞാൻ സീറ്റ് റിസർവ് ചെയ്തു. അവര് പറഞ്ഞ പോലെ നല്ല ക്യൂ ആയിരുന്നു. അതെ, പേരെഴുതി കൊടുത്തു. നമ്മൾ അവിടെ വഴിയായിരുന്നു. പക്ഷെ ആ ക്യൂ വെറുത്തായിരുന്നു. കാരണം എന്റെ ഉള്ളിൽ കേറിയിട്ട് പിന്നെ ഞങ്ങള് ഫുള്ളടിച്ച് കയറ്റി അവസാനം വൈനൊക്കെ ഓർഡർ ചെയ്തിട്ട്, സാധാരണ വൈനൊന്നും ഇങ്ങനെ വേസ്റ്റ് ചെയ്യാത്തതാണ്. വൈനൊക്കെ അവസാനം പറ്റാതെ എനിക്ക് ഓർമ്മയുണ്ട്. ടീ ബോൺ സ്റ്റേക്ക് എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെല്ലാരും ടീ ബോൺ സ്റ്റേക്ക് വാങ്ങാൻ, ചേച്ചി വേറെന്തോ പറഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഞാനൊരു സെറ്റാണ്. അവർക്ക് ലഞ്ച് മെന്യൂസ് ഉണ്ട്. അപ്പൊ ഒരു കോഴ്സ് ആയിട്ട് ആദ്യം ഒരു സ്റ്റാർട്ടർ, പിന്നെ മെയിൻ കോഴ്സ്, പിന്നെ കോഫി അല്ലെങ്കിൽ വൈൻ, അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. അത് വെറും 15 യൂറോനായിരുന്നു. അതാണ് ഞാൻ ചിക്കൻ്റെ ആയിരുന്നു വാങ്ങിയത്. അപ്പൊ അതിന്റെ തമാശ വെച്ചാൽ ആദ്യം നമുക്ക് സ്റ്റാർട്ടർ വരുന്നത് ഒരു പാസ്തയാണ്. അപ്പൊ അത് അതിഥി കഴിച്ചു. ചിക്കൻ ഞാൻ കഴിച്ചു. അതിന്റെ എല്ല് ബബിൾസ് കഴിച്ചു. 15 യൂറോന് 3 വയറ് നന്നായി നിറഞ്ഞു. ഒന്നും ബാക്കി പോലും വന്നു, പൊടി പോലും ഇല്ല കാണാന്നുള്ള പോലെ. ഇവര് വിചാരിച്ചിട്ടുണ്ടാവും ഇവന്മാര് ഇത് ഫുള്ള് എന്താ ആ വെയിറ്റർ ഈ എല്ല് അത് ഒരു കാര്യം എടുത്തു പറയണെന്ന്, ഇറ്റലിയില് ഒരു റെസ്റ്റോറന്റിലും ഡോഗ്സിനെ കയറ്റാൻ പറ്റില്ല എന്നോ അങ്ങനെ ഒന്നും എവിടെയും ഒരു എസ്റ്റാബ്ലിഷ്മെന്റിലും അങ്ങനെ ഒരു ഇതില്ല. ഇറ്റലിക്കാര് ഭയങ്കര നായപ്രേമികളാണ്, ഡോഗ് ലവേഴ്സ് ആണ്. അപ്പൊ ബബിൾസിനെ എവിടെ കൊണ്ടുപോയാലും എല്ലാരും ഓടി വന്ന് അയ്യോ ഞാൻ ഇവന് കുറച്ച് ഭക്ഷണം കൊടുക്കട്ടെ, ഞാൻ ഇവനെ വെള്ളം കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞോട്ടെ. അതെ, അവന് ഭയങ്കര രാജകീയ ട്രീറ്റ്മെന്റ് ആയിരുന്നു. അവനാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് ഒഴിയുമ്പോഴേക്കോ മലർന്ന് കിടന്ന് കൊഞ്ചോളൂ, എന്നെ കൊഞ്ചിച്ചോളൂ. അതെ, അപ്പൊ ഇവനെ റെസ്റ്റോറന്റിലൊക്കെ കയറ്റി നമ്മുടെ ഭക്ഷണം ഇങ്ങനെ കൊടുക്കാനൊക്കെ വളരെ എളുപ്പമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്നാണ് ഞങ്ങള് സ്റ്റേക്കിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ എനിക്കും തുണിക്കും വെൽഡൺ വേണം, നല്ല പോലെ കുക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പൊ സഞ്ജേട്ടൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, നമുക്ക് മീഡിയം പിടിക്കാം, അതാണ് സ്റ്റീക്കിന്റെ ഏറ്റവും നല്ല പരിവം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സുകൊണ്ട് ഒരു ഇതുണ്ടായിരുന്നു, അത് പറ്റുമോ നമുക്ക് കഴിക്കാൻ എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മള് അന്ന് സഞ്ജേട്ടൻ പറഞ്ഞു അത് ഓക്കെ നമുക്ക് വെൽഡൺ പറയാം, അപ്പൊ നമുക്ക് എല്ലാവർക്കും കഴിക്കാലോ. അങ്ങനെ നമ്മുടെ പുള്ളിക്കാരി ചേച്ചി വന്നു, വെയിറ്റർ വന്നു. അപ്പൊ നമ്മള് പറഞ്ഞു വെൽഡൺ ടീ ബോൺ സ്റ്റീക്ക് എന്ന് പറഞ്ഞു. ആള് ഞങ്ങളെ കുറെ ചീത്ത, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതൊന്നും കഴിക്കാം, അങ്ങനെയല്ല ഇത് കഴിക്കാം, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഴിക്കുന്നത്, അത് ഇവിടെ വന്ന് എല്ലാവരും ഇന്ത്യൻസ് പൊതുവെ പറയുന്ന കാര്യമാണ് വെൽഡൺ വേണം, പക്ഷെ അതല്ല അതിന്റെ ടേസ്റ്റ്, നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പറ്റിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇറ്റാലിയൻസിന് അത് ഒരു ഭയങ്കര ഇതാണ്, അവരുടെ ഫുഡിന്റെ രീതിയിൽ തന്നെ കഴിക്കണം. ഇപ്പൊ ഞാൻ എന്റെ കഴിഞ്ഞ ആഴ്ചയില് എന്റെ റെട്രോ മീറ്റിങ്ങില് ഒരു ഇറ്റാലിയൻ ആളാണ് റെട്രോ നടത്തിയത്. അപ്പൊ ആള് ഞങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തന്നു, പൈനാപ്പിൾ പിസ്സയിൽ ഇട്ടിട്ട് ആൾക്കാർക്ക് ഇറ്റാലിയൻസിന് കൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അവര് ഭയങ്കര ഷൗട്ടിങ്, മുഖത്തേക്കൊക്കെ വലിച്ചെറിയുന്നു. കാരണം പൈനാപ്പിൾ പിസ്സ ഉണ്ടല്ലോ,
ഹവായി പിസ്സ എന്ന് പറഞ്ഞിട്ട് അമേരിക്കനാണ് തോന്നുന്നു. പക്ഷെ അവരത് അവർക്കത് വളരെ ഇൻസൾട്ട് ആണെന്ന് അതെ. എന്നിട്ട് അവരോട് പറയുന്നത് ടേസ്റ്റ് ചെയ്ത് നോക്ക് നിങ്ങള്, പക്ഷെ ഒട്ടും സമ്മതിക്കണില്ല. അവരിങ്ങനെ മുഖമൊക്കെ ഇങ്ങനെയൊക്കെ പിടിച്ച് ഇങ്ങനെ കാണിക്കുക. അപ്പൊ പറഞ്ഞു അത്ര ഒതന്റിക് ആയിട്ടുള്ള രീതിയിൽ അവരെ ഫുഡ് അവരെ മുമ്പിൽ വെച്ച് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അവർക്ക് അങ്ങനെ ഞങ്ങള് റയർ ഓർഡർ ചെയ്തു. അല്ല, അല്ല, മീഡിയം പിന്നെ അത് എത്രയോ കിലോ എന്തോ ഗ്രാം ഒരു കിലോ ഒരു കിലോ ആണോ? 1 കിലോ ആണ് നിങ്ങൾ 3 പേര് കൂടെ കഴിച്ചത്. അതൊക്കെ മിനിറ്റുകൾക്കുള്ളിൽ വാനിഷായി വന്നതറിഞ്ഞില്ല. പിന്നെ ഞാൻ സഞ്ജാടെ മോട്ടിവേറ്റ് ചെയ്തു, ഇത് കഴിച്ചോ, ഞാൻ കഴിച്ചിട്ടുള്ളത്, അത് കുഴപ്പമൊന്നുമില്ല, മീഡിയം ചെയ്താലൊന്നും പ്രശ്നമില്ല, നമുക്ക് കഴിക്കാൻ പറ്റും. സാധനം വന്നപ്പോ മീഡിയം വേണം വെൽഡം വേണം എന്ന് പറഞ്ഞവരൊന്നും പിന്നെ ഒന്നും വന്നിട്ടില്ല. അത് വെട്ടിക്കൂട്ടി കഴിച്ച അവസാനം എല്ല് ആ രൂപത്തില് ഞങ്ങൾ ആക്കിയെടുത്തു. മാത്രമാക്കി കൊടുത്തു. അപ്പൊ ആള് വന്ന് ചോദിച്ചു എങ്ങനെയുണ്ട്, അവ അടിപൊളി. ഇതാ പറഞ്ഞ ഇങ്ങനെ കഴിക്കണം നിങ്ങള്, അല്ലാതെ അതിന്റെ ഒരു ഫ്ലേവർ നിങ്ങക്ക് കിട്ടണ്ടേ. ബബിൾസ് ശരിക്കും പറഞ്ഞാൽ പിന്നെ എല്ല് മാത്രമേ കഴിക്കില്ല. അവന്റെ ഫുഡ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അതൊന്നും അവൻ എനിക്ക് വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ ആള്. അങ്ങനെ അത് കഴിച്ചിറങ്ങി. അതിനുശേഷം നമ്മള് നേരത്തെ പോകണം വിചാരിച്ചു, കാരണം സ്വിമ്മിംഗ് പൂളിൽ അതാണ് നമുക്ക് ഫ്ലോറൻസ്. പക്ഷെ നമുക്ക് അപ്പൊ ശരിക്ക് ആക്ച്വലി കിട്ടിയത് ജസ്റ്റ് ഹാഫ് എ ഡേ ആണ്. ഫ്ലോറൻസിൽ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. ഡോമോയുടെ ഉള്ളില് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അത് ഡോമില് പക്ഷെ എൻട്രി നമ്മളത് കണ്ടില്ല, വളരെ വലിയ ലോങ് ക്യൂ ആയിരുന്നു. പിന്നെ എനിക്ക് പറ്റുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു ഗൈഡ് ടൂർ എടുക്കണം എന്നുണ്ടായിരുന്നു. അതിനുള്ളതുണ്ട് ഡോമോ. പിന്നെ മൈക്കലാഞ്ചലോയുടെ ഡേവിഡ് അവിടെ പോയ എല്ലാവരും അവിടുത്തെ മ്യൂസിയത്തിൽ കാണുന്നതാണ് അത്. പിന്നെ ബൊബോളി ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ എയർ ഗാർഡനിൽ മ്യൂസിയം ഉണ്ട്. ഈ വളരെ ഈ മൈക്കലാഞ്ചലോ ഒക്കെ ചെയ്ത സ്കൾപ്ചേഴ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് കാണാനുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഹാഫ് ഡേ ഉള്ളൂ, നമുക്ക് പൂളി പോകണം. കാരണം നമ്മൾ പോകുന്നപ്പോ ഒരു 3-4 പൂളാണ് ആ ഒരു ക്യാമ്പ് സൈറ്റിലുള്ളത്. അപ്പൊ എന്തായാലും ഞങ്ങള് ഞങ്ങളുടെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നീന്താനായിട്ടുള്ളത്. ഞങ്ങള് ഇപ്പോഴറിയില്ല, എന്നാലും അത്യാവശ്യം ശ്വാസമൊക്കെ പിടിച്ച് ഞങ്ങള് കൈയിട്ടടിച്ച് നീന്താവുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ പൂള് കണ്ട അപ്പനൊക്കെ ചാടണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അതുതി പറഞ്ഞു ആൾക്കും പൂളിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെന്ന് വെച്ചാൽ നല്ല ചൂടും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കുറച്ചേരം പൂളിൽ വന്ന് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റിലാക്സേഷൻ ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബസ്സിൽ കയറി. ബസ്സിൽ കയറി പറയട്ടെ. അതില് ആളുടെ കോസ്റ്റ്യൂമിന് കാര്യം നമ്മൾ എടുത്തു പറയാം. നമ്മള് വന്നപ്പോ ഇവർക്ക് ഓൺലൈൻ ആപ്പ് ഉണ്ട്, അതിൽ ടിക്കറ്റ് എടുക്കാം. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. പക്ഷെ അപ്പൊ സഞ്ജുവിന്റെ ബാറ്ററി കഴിഞ്ഞു, ഇനിയിപ്പോ ആരും ചെക്കർ വന്നാൽ കാണിക്കാൻ പറ്റില്ല, അപ്പൊ നമുക്ക് ടാപ്പ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പൊ നമ്മളാദ്യം പറഞ്ഞു ആരും ചെക്ക് ചെയ്യാൻ വരില്ല. നമ്മൾ ഇന്നലെ രാത്രി വന്നപ്പോ ആരും ഉണ്ടായില്ല. 2-3 വട്ടം ഞങ്ങൾ ബസ്സിൽ അങ്ങോട്ട് പോകുന്നേ. ഇവിടെ ആരും ചെക്കിംഗ് ഒന്നുമില്ല അവരെ എനിക്ക് പറഞ്ഞു. അപ്പൊ നമ്മൾ ആ ഒരു രാഘവത്തോടെ നമ്മുടെ കയ്യിലുള്ള കാർഡ് എടുത്തു അടിച്ചു. അപ്പൊ ഞങ്ങള് പക്ഷെ ബുക്ക് ചെയ്തിരുന്നില്ല, നമ്മള് സാധാരണ ടാപ്പാ. അപ്പൊ എനിക്ക് ആദ്യം തന്നെ നമ്മളുടെ മാസ്ട്രോ കാർഡ് ചെയ്തപ്പോ അത് റിജക്ട് ആയി. അപ്പൊ എനിക്ക് മനസ്സിലായി മാസ്ട്രോ എടുക്കില്ല. അത് ഞാൻ കേട്ടിട്ടുണ്ട്, നെതർലാൻഡ്സിലാണ് പൊതുവെ മാസ്ട്രോ കാർഡ് എടുക്കുക. അപ്പൊ ഞാൻ എന്റെ മറ്റേ എന്താണ് റിവോൾട്ട് കാർഡ്, ഞാൻ 2 എണ്ണം ഉണ്ടായിരുന്നല്ലേ, ഒരെണ്ണം ഒരു ഫിസിക്കൽ കാർഡും ഒരെണ്ണം ഫോണിലുള്ളത്. അപ്പൊ ഞാൻ ഫോണിലുള്ളത് ഇവർക്ക് ഫിസിക്കൽ കാർഡ് കൊടുത്തിട്ടാണ് അന്ന് തലേ ദിവസം ഞങ്ങൾ പോയി വന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി വിസ കാർഡോ മാസ്റ്റർ കാർഡോ ഇതിൽ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ ചേട്ടനും അതിഥിയും ഫ്രണ്ടിലും ചേച്ചിയും ബബിൾസും ഞങ്ങൾ 2 പേരും പിന്നിലാണ് കയറിയത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളിത് ടാപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇത് മുന്നിലത്തെ അടിച്ച ആളുടെ ആ ഡിസ്പ്ലേ കുറച്ചധികം നേരം അവിടെ നിൽക്കും. പക്ഷെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ സൗണ്ട് വരും, ബീപ്പ് സൗണ്ട് വരും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെയാണെന്നുള്ളത്. പക്ഷെ അതൊരു കൺഫ്യൂസിങ് പരിപാടിയാണ്. അപ്പൊ ചേച്ചി സാധാരണ നെതർലാൻഡ്സിലെ മാസ്റ്റർ കാർഡ് ആയതുകൊണ്ട് ആള് NFC വെച്ചിട്ട് മാസ്റ്റർ കാർഡ് ടാപ്പ് ചെയ്തു, ബീപ്പ് സൗണ്ട് വന്നു, ഈ ഗ്രീൻ ആണ് കത്തി നിൽക്കുന്നുണ്ട്. ശ്രദ്ധിച്ചില്ല. പിന്നെ അത് അത്രക്ക് വലിയ കെയറും ചെയ്തില്ല, വളരെ കെയർലെസ് ആയിട്ടാണ്. ഞാനത് കഴിഞ്ഞ് ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ടാണ് ടാപ്പ് ചെയ്യണത്. ഇവള് അത് കഴിഞ്ഞ് ടാപ്പ് ചെയ്തു. ടാപ്പ് ചെയ്തു. ഞങ്ങള് ബബിൾസ് ഉണ്ട് മടിയിൽ. അപ്പൊ ചേച്ചിയാണെങ്കിൽ അന്ന് നമ്മള് വെനീസിന്ന് മേടിച്ച കോസ്റ്റ്യൂമിലാണ്, അത് സ്യൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ഭയങ്കര ഹൈഫൈ ആളായിട്ട് ഇങ്ങനെ ഇരിക്കട്ടോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അപ്പുറത്തൊരു ഡോഗിനെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവനെങ്ങനെ പിടിച്ചിട്ട് ആ ഡോഗ് ബബിൾസിനെ കാണുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇരിക്കുമ്പോ ചക്കർ വന്നു. ചക്കർ വന്നപ്പോ ആദ്യം ഞങ്ങൾ എന്റെ അടുത്ത് ഇവളുടെ അടുത്ത് ചോദിച്ചു എവിടെ ടാപ്പ് ചെയ്തൊക്കെ. അപ്പൊ ഞങ്ങളുടെ ഫിസിക്കൽ കാർഡ് കാണാനില്ല, എന്റെ ഫോണിൽ കാർഡുള്ളൂ.
ഫിസിക്കൽ കാർഡ് ഞാൻ എടുത്ത് എന്റെ പേഴ്സിന്റെ അകത്ത് ഉള്ളിൽ എടുത്ത് വെച്ചു. പക്ഷെ ഞാൻ ഇവളുടെ നല്ല വിചാരിച്ചു ഇവളെ ഇങ്ങനെ എല്ലാവരും തപ്പ കാർഡ് കാണാനില്ല. അപ്പോഴേ ഫൈനിന്റെ സാധനം നമ്മള് തപ്പുമ്പോ ആള് ഫൈനിന്റെ സാധനം പാസ്പോർട്ട് എടുക്കാൻ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് അപ്പൊ ഫസ്റ്റ് ഇവൻ കാണിച്ചു, എന്നെ ഉണ്ടെന്ന് പറഞ്ഞു ഇവൻ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ അവിടേക്ക് മാറി. അപ്പൊ ഞങ്ങളിപ്പോ സൈഡിൽ തപ്പിക്കൊണ്ടിരിക്കട്ട. അപ്പൊ ചേച്ചി ഫോൺ ഇങ്ങനെ കൊടുത്തു. അപ്പൊ എന്റെ മേസ്ട്രോ കാർഡ് കണ്ടപ്പോഴേ പുള്ളി പറഞ്ഞു ശരിയല്ല പാസ്പോർട്ട് എടുത്തോ, പാസ്പോർട്ട് ഇവിടെ മേസ്ട്രോ വർക്ക് ചെയ്യില്ല. ആളൊരു മയമായ രീതിയിലല്ല സംസാരിക്കുന്നത് കേട്ടോ. അതെനിക്ക് വളരെ, കാരണം നെതർലാൻഡ്സിലെ ഒരു ചെക്കറും അവിടുത്തെ ഒരു ചെക്കറും തമ്മില് ഭയങ്കര വ്യത്യാസമുണ്ട്. സ്വിറ്റ്സർലാൻഡിലും കുറച്ചുകൂടി ഭയങ്കര പൊളൈറ്റ് ആയിട്ടാണ് മീൻസ് നമ്മളെ ഒരു കണ്ടുപരിചയമുള്ള ഒരു ഇത് വെച്ച് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും ഒരു ഭാവ വ്യത്യാസം വേണ്ട മുഖത്ത്, അല്ലെങ്കിൽ ഓ സോറി നിങ്ങൾ ഇത് ചെയ്തത് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ നമ്മളെ സാറ് അങ്ങനെ ഒരു ഇതിലാണ് സംസാരിക്കുക. ഞാൻ പലപ്പോഴും ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് നെതർലാൻഡ്സിലൊക്കെ ഇങ്ങനെ ടിക്കറ്റ് ഇല്ലാതെ വരുമ്പോ ടൂറിസ്റ്റുകൾ അവര് പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഇത് വെച്ചിട്ട് ഈ ആപ്പ് വെച്ചിട്ട് ചെയ്താൽ മതി. അത് പക്ഷെ നമുക്ക് തോന്നിയത് വളരെ ടൂറിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്തിട്ട് ഉള്ള ഒരു ഇതാണ്. അവരുടെ അടുത്തേക്ക് മാത്രമേ വരുന്നുള്ളൂ, ടൂറിസ്റ്റുകളുടെ അടുത്തേക്ക് മാത്രമാണ് വരുന്നുള്ളൂ. അപ്പൊ എനിക്കോട് ഫ്രണ്ടില് സഞ്ജു ചേട്ടൻ എന്താ ചെയ്തത്? ടാപ്പ് ചെയ്തു. അപ്പൊ ചേച്ചി കൊടുത്തപ്പോ അത് എടുക്കണില്ല. അപ്പൊക്ക് ഐഡി. പക്ഷെ ഞങ്ങളുടെ ഭാഗ്യത്തിന് ഞങ്ങളുടെ ഫിസിക്കൽ കാർഡ് കിട്ടി. അപ്പൊ അവളെ ഓക്കെ പറഞ്ഞു. പക്ഷെ ചേച്ചിക്ക് അവിടെ ചെറിയൊരു ഫൈൻ അടക്കണം. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാല് ഫൈനിന് കാർഡിന് വ്യത്യാസമില്ല, ഏത് കാർഡും എടുക്കും. ഫൈൻ ഞാൻ പറഞ്ഞ മേസ്ട്രോ കാർഡേ ഉള്ളൂ. അത് അത് നമ്മള് പ്രാഗി ചേച്ചി ഇങ്ങനെ അപ്പന്റെ പൊന്നു ചേട്ടാ അതില് അവിടെ കൂടി വെച്ചോടെ. ഇപ്പൊ നിങ്ങൾക്ക് ഫൈൻ അടക്കാൻ ഏത് കാർഡും അന്ന ടിക്കറ്റിന് ആ കാർഡ് തന്നെ ചെയ്തോടെ. അങ്ങനെ ചെറിയൊരു ടൗൺ ആയി ഞങ്ങളപ്പോ, അതായത് ഫൈൻ അടക്കേണ്ടി വന്നു എന്നുള്ളത്. അല്ല അതിന് മുൻപ് ഇങ്ങനെ ബസ് കാത്തുന്നപ്പോ ബസ് വരുന്നില്ല. അപ്പൊ ചേച്ചി പറഞ്ഞു നമുക്ക് അന്നൊരു ഊബർ വിളിച്ചൊക്കെ പോയാലോ. ആ പറഞ്ഞു നിക്കുന്ന സമയത്താണ് ഈ ബസ് വരുന്നത്. ഊബർ വിളിച്ചാൽ ഇത്ര പൈസ അപ്പൊ നമ്മുടെ 40 euros ആണെന്ന് ഫൈൻ അടച്ചത്. അങ്ങനെ ഫൈൻ അടച്ചു. അപ്പൊ ആളുടെ പുകൊക്കെ പാറി സൺഗ്ലാസ് ഒക്കെ വെച്ചാല് സൺഗ്ലാസ് വെച്ച് നന്നായി കണ്ണ് ക്ഷീണറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്തി. ഞാനപ്പോ എന്തായാലും സ്വിറ്റ്സർലാൻഡിൽ അടച്ചത്രയാ. അല്ല ഫൈൻ. അപ്പൊ പിന്നെയാണ് ഞങ്ങൾ എത്തി പറയണത് സഞ്ചാരം ഇത് മുത്തരിയൊന്നല്ല, ഞങ്ങൾ ഇത് ഫൈനൊക്കെ ഞങ്ങൾ മുന്നോടക്കാറുണ്ട്. ഞാനിങ്ങനെ ഫൈൻ ഇങ്ങനെ, അതായത് ജസ്റ്റ് എത്ര 1.5 euro 2 euro വളരെ 40 euro കൊടുക്കുമ്പോ അല്ല നമ്മള് പറയണ നമ്മള് ഫുഡിൽ സേവ് ചെയ്തു എന്ന് പറഞ്ഞെങ്കിലും ഒരു സ്ഥലത്ത് സേവ് ചെയ്താൽ ഞങ്ങള് മുൻപേ പറയും നമ്മൾ എത്രത്തോളം സേവ് ചെയ്യാൻ ശ്രമിച്ചോ ആ കാശ് വേറെ ഏതെങ്കിലും വഴിക്ക് അത് പോവും. അത് നമ്മുടെ കയ്യിൽ നിക്കില്ല, അത് പോവാനുള്ള കാശാണ്. പണ്ട് ഞങ്ങൾ ഇതേപോലെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. അപ്പൊ അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും വരും, എന്തെങ്കിലും വന്ന് 1000-2000 euro നമ്മളെ കണ്ണിക്കൂടെ പോകുമ്പോ അത് വിഷയാക്കാണല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങള് 5 മണിക്ക് ഇത് അടയ്ക്കും. നമ്മളൊരു 4 മണിയെന്ന് തോന്നുന്നു, 1 മണിക്കൂർ ജസ്റ്റ് ഉള്ളു. ഇപ്പോൾ 5 മണിക്ക് അടയ്ക്കും. അങ്ങനെ ഞങ്ങളൊരു വിധം അവിടെ എത്തി, ഡ്രസ്സൊക്കെ പടപടാൻ മാറി. അതുകൊണ്ട് സ്വിമ്മിംഗ് പൂള് വെറും 5 o'clock വരെ ഉള്ളൂ. അത് ഭയങ്കര ഒരു അങ്ങനെ ഞങ്ങൾ ഇത്ര ധൃതി പിടിച്ച് വരാനായിട്ടുള്ള കാരണം. അത് കഴിഞ്ഞ് പൂളിൽ ചാടി. സ്വിമ്മിംഗ് പൂള് നല്ല ചൂട്, സ്വിമ്മിംഗ് പൂള് നല്ല പുറത്തൊക്കെ ചൂട്. അപ്പൊ വെള്ളം നല്ല അതായിരിക്കുന്നുള്ളൂ. വലിയ കാര്യത്തില് ഇറങ്ങും ചെയ്തു. അല്ല ഇത്ര നമ്മള് കാശ് അവിടെ എനിക്ക് തോന്നണ നമ്മള് ഭയങ്കരമായിട്ട് റേറ്റ് കൊടുത്തതൊന്നും ഓക്കെ. എനിക്ക് തോന്നുന്നു പെർ ഡേ 150-160. നമ്മുടെ ട്രിപ്പില് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയത് ജർമ്മനിയിലത്തെ ക്യാമ്പാണ്. ഓക്കെ. അപ്പൊ നമ്മള് അത് മുതലാക്കണമല്ലോ, ടിപ്പിക്കൽ മലയാളി മൈൻഡ് സെറ്റ്. എന്നിട്ട് ഞങ്ങള് പുള്ളിറങ്ങിയപ്പോ ഞങ്ങള് മറ്റേ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അതായത് മറ്റേ ഫ്ലോട്ടിങ്ങിനുള്ള അല്ല നൂഡില്, പിന്നെ ഫ്ലോട്ടിംഗ് ബോർഡ്. അപ്പൊ എല്ലാവരും നോക്കുന്നില്ല. പിന്നെ നമ്മുടെ അതിഥിയുള്ള കാരണം കൊണ്ട് എല്ലാവരും വിചാരിക്കുന്നത് അതിഥിക്കായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അതിഥിയൊക്കെ നന്നായി നീന്തുന്നു. ഞങ്ങള് നീന്തിയാൽ അവിടെ ഇരിക്കുന്നവരൊക്കെ നനയും.
വലിയൊരു കപ്പലൊക്കെ ഓടിക്കണ പോലെ ചെറിയ പൂളിൽ കിടന്ന് ഞങ്ങൾ അടിക്കണം. അടിയോടടി കൈയും കാലിട്ട് അടിച്ചടിച്ച് അവിടെ കുറച്ച് പേര് ബുക്കൊക്കെ വായിക്കണം. അവരൊക്കെ പതുക്കെ എന്താ സംഭവിക്കണേ എന്ന രീതിയിൽ നോക്കാനായിട്ട് തുടങ്ങിട്ടാ. അത് കഴിഞ്ഞ് അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് ഇവർക്ക് സഞ്ജയനും മിഞ്ചേച്ചിക്ക് നീന്തൽ അറിയാം. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ പഠിച്ചു വരുന്നുള്ളൂ, ആരംഭശൂരതയാണത്. അപ്പൊ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ സ്വിമ്മിംഗ് പൂളിലുള്ള വെള്ളമൊക്കെ ചീറ്ററി. അപ്പൊ അതിന്റെ അപ്പത്തോടെ ഒരു മനുഷ്യൻ ഇങ്ങനെ പതുക്കെ നമ്മളിങ്ങനെ വെള്ളത്തിന്റെ അടിയിലൊക്കെ പെട്ടെന്ന് നോക്കുമ്പോഴാണ് ആള് ഒരു സൗണ്ടില്ല, ഭയങ്കര സൈലന്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നത്. ഞാൻ ഭയങ്കര സംഭവം തന്നെ. പക്ഷെ ഞങ്ങള് പോകണ്ടെങ്കിൽ എല്ലാവർക്കും ബോട്ട് പോണ പോലെ ഉള്ളിൽ കൂടെ കട്ട 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 ഇങ്ങനെ അതായത് ഇവര് മധുദിനെ കളിപ്പിക്കാൻ വേണ്ടി കുറച്ചും കൂടി ചെറിയ ഉള്ളിലേക്ക് പോയി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി അവിടെ കേട്ടാ. അപ്പൊ ഈ ബുക്ക് വായിക്കണവര് കുറച്ചു നേരം ഞങ്ങള് അടിച്ചടിച്ച് ക്ഷീണിച്ചല്ലോ. അപ്പൊ ഞങ്ങൾ കുറച്ചേരം റെസ്റ്റ് ചെയ്യും. അപ്പൊ ബുക്ക് വായിക്കണവര് ഞങ്ങളുടെ സൗണ്ട് കേൾക്കാണ്ടാകുമ്പോ മുങ്ങി ചത്തോ അപ്പൊ ഞാൻ ആദ്യം ഒരാളിങ്ങനെ നോക്കണം. അപ്പൊ ഞാൻ ചില പിള്ളേര് കളിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മള് കുറച്ചേരം ഇങ്ങനെ സംസാരിക്കണം. നേരത്തെ ഇവരിങ്ങനെ എത്തിച്ചു നോക്കും. അതായത് നമ്മുടെ സംസാരം അവർക്ക് കേൾക്കണില്ല, പക്ഷെ വെള്ളം നനങ്ങണില്ല, ഭയങ്കര സൈലന്റ് ആയിട്ട് ഇനി ഇവര് മുങ്ങിച്ചത്തോന്നുള്ള രീതിയിലാണ് അവരിങ്ങനെ എത്തിച്ചു നോക്കും. അല്ല അവിടെ ഉണ്ട് അവര് പിന്നെ ബുക്ക് വായിക്കും. കുറച്ചേരം കഴിയുമ്പോ അവരൊന്നും കൂടി നോക്കും. അപ്പൊ എനിക്ക് ധൈര്യമായി കുഴപ്പമില്ല പുത്തുണ്ണി, ഇവരെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നോക്കുന്നുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി നമുക്ക് അറിയില്ല, പക്ഷെ നമ്മളാ ഒരു ഇതാണല്ലോ അവർക്ക്. അപ്പൊ ഓക്കെ കുഴപ്പമില്ല, അവര് നീന്തട്ടെ, അവര് രക്ഷിക്കാൻ നമുക്ക് ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നല് നമുക്കായി. പിന്നെ ഞങ്ങൾ അങ്ങനെ അടിച്ചടിച്ചടിച്ച് അവർക്ക് ബുക്ക് വായിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി. അപ്പൊ ഞങ്ങള് പറഞ്ഞു മതി, ഇനി നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോവാ, അല്ലെങ്കിൽ ഇവര് നമ്മളെ അവരൊന്നും പറയണമെന്നില്ല. അവരുടെ മുഖത്തൊരു ചിരിയുണ്ട്. നമ്മൾ ഈ മുങ്ങിച്ചാവാൻ പോണ ആൾക്കാര്. അതായത് അവരൊന്ന് കാമായി ഇരുന്ന് ബുക്കൊക്കെ വായിച്ച് റിലാക്സ്. പൊതുവെ ഇവരുടെ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കാമായി ബുക്ക് വായിക്കുക, അങ്ങനെ വലിയ മേളങ്ങളൊന്നും ഇല്ലാണ്ട് ഇരിക്കാന്നുള്ളതാണ്. നമ്മളവിടെ പോയി കലപില കൂട്ടി വെള്ളം അടിച്ച് തെറിപ്പിച്ച് നമ്മള് സൗണ്ട് ഒന്നും ഉണ്ടാക്കണില്ല, നമ്മള് വർത്താനം പറയാ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ആകെ ചെയ്ത് കൈ കാലിട്ടടിക്കുന്നത് മാത്രമാണ്. അതാണ് ഞാൻ വെള്ളം മൊത്തം അങ്ങനെ വെള്ളം. അങ്ങനെ ഞങ്ങള് അപ്പുറത്തെ കിഡ്സ് പൂളിന്റെ അവിടെ പോയി. പക്ഷെ ആ തണുത്ത വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ആ വെയിൽ ഇങ്ങനെ അടിക്കുമ്പോ നമുക്ക് ആ സൺബാത്തിങ്ങിന്റെ ആ സുഖം അറിഞ്ഞത് നല്ല ടാൻ കിട്ടെങ്കിലും നമുക്ക് അതിൽ തന്നെ ഇരിക്കാൻ തോന്നില്ല. അത് ആ ഒരു സുഖം മനസ്സിലാക്കിയത് അപ്പോഴാണ്. തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് വേണം അവിടെ ചെന്ന്. ഇപ്പോഴാണ് മനസ്സിലാവണം അവർ എന്താണ് ഇങ്ങനെ വളർന്ന് കിടക്കുന്നതിന്റെ ഉദ്ദേശം എന്നുള്ളത്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മള് വന്നു കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ത് നമുക്ക് മനസ്സിലാവും 2 കളറായിട്ടുണ്ടായിരിക്കും നമ്മുടെ മേത്ത്. അത്ര ടാനാണ്. നല്ല ടാൻ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു ഡ്രിങ്ക് ഒക്കെ കഴിച്ച് ചേച്ചി നിങ്ങൾ കോഫി കഴിച്ചു, ഞങ്ങൾ രണ്ടുപേരും സെറ്റായി അവിടെ കിടന്നു. ഡിന്നർ നമ്മൾ എന്ത് ചെയ്തത്? ബാക്കിയുള്ള ബീഫും അങ്ങനെ വെള്ളത്തിൽ നിന്ന് കേറി 5 മണിയാകുമ്പോഴേക്കും എല്ലാരും ഓടിപ്പിച്ചു, എല്ലാരും പൊക്കോളം പറഞ്ഞു. അങ്ങനെ നമ്മള് പോകുന്നു. അങ്ങനെ നമ്മുടെ ഫ്ലോറൻസ് കഴിഞ്ഞു. ഫ്ലോറൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ്? ഫ്ലോറൻസില് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് തോന്നിയത് കുറച്ചുകൂടി മുഷിഞ്ഞ പോലത്തെ പുരാതനമായ വളരെ എനിക്ക് എന്നോട് ഒരു ഇറ്റാലിയൻ എന്നോട് പറഞ്ഞത് പുള്ളിക്ക് ഇറ്റാലിയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ സിറ്റി ഫ്ലോറൻസ് ആണ്, അവിടെ ഒരു 3-4 ദിവസം നിക്കണം എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്ക് എന്തോ അത്രയും പ്രതീക്ഷയോടെ ഒക്കെ പോയത് കൊണ്ടാണോ എന്ന് അറിയില്ല, എനിക്ക് അത്രയ്ക്ക് ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ല. ബിൽഡിങ്സ് ഒക്കെ അല്ലാത്ത പോലെ, അതായത് ഇങ്ങനെ പുരാതനമായ പക്ഷേ ഈവൻ വെന്നീസിലൊക്കെ പോയതും അത്ര പുരാതന അതൊരു തന്നെയല്ല. പക്ഷെ പക്ഷെ ഇത് അത്ര അങ്ങോട്ട് ഒരു നമുക്കത് മനസ്സിലാവും. അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ അങ്ങനെ ആയതുകൊണ്ടാവാം അങ്ങനെ ഒരു വെൽ മെയിൻറ്റൈൻഡ് ഒന്നുമില്ല. പിന്നെ എല്ലാവരും ഒരേ കളർ എനിക്കിഷ്ടായി. ടസ്കനി മുഴുവൻ നല്ല അടിപൊളി. ഞങ്ങൾ വിചാരിച്ചിട്ട് ഇനി പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇനിയും ഫുഡ് കഴിക്കണം എന്നുള്ളത് നമ്മള് പൊതുവെ ഇറ്റലി ഫുഡിന് അത് നമുക്ക് ലക്ഷറി ആയിട്ട് കഴിക്കാൻ പറ്റും. നമ്മൾ ഇവിടെ സാൻഡ്വിച്ചിന് കൊടുക്കുന്ന കാശ് നമ്മൾ അവിടെ എന്തോരം തിന്നാലും ആ ഒരു അതാണ് അതിന്റെ ഒരു ഇത് വാല്യൂ ഫോർ മണി ഭയങ്കര. അപ്പൊ അത് കഴിഞ്ഞ് ഫ്ലോറൻസിൽ രാത്രി നമ്മൾ ഫുഡ് കഴിച്ച് പിറ്റേ ദിവസം നമ്മൾ ചെക്ക് ഔട്ട് ആണെന്ന് തോന്നുന്നു. പിറ്റേ ദിവസം വേറെ പരിപാടി, അതിന്റെ ഇടയിൽ വേറെ പരിപാടി ഉണ്ടായി. വൈകിട്ട് വന്നപ്പോഴാണ് ആർമിക്കാര് വന്നു. അത് മറന്നുപോയി പറയാം. ആർമിക്കാര് വന്നു, നല്ല ചുള്ള ചെക്കന്മാരെന്ന് വെച്ചാൽ നല്ല ചുള്ള ചെക്കന്മാര്. ചെക്കന്മാരൊന്നല്ല, നമ്മളിപ്പോ ഒരു 30 വയസ്സായാലും നമ്മളെ സംബന്ധിച്ച് നമ്മളെ പോലത്തെ ചുള്ളന്മാർ. അത് ഞങ്ങള് പെട്ടെന്ന് ഇവര് ഇങ്ങനെ ഫുള്ള് മിലിറ്ററി വണ്ടികള്. അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് മിലിറ്ററിക്കാരത് ക്യാമ്പ് സൈറ്റിലൊക്കെ വന്നിട്ട് നമ്മുടെ അവിടെ എന്ന് പറഞ്ഞാൽ
മിലിറ്ററിക്ക് ഒരു സെപ്പറേറ്റ് ആണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ അങ്ങനെയൊന്നും പറ്റാത്തൊരു സ്ഥലത്താണല്ലോ, അല്ലെങ്കിൽ ഭയങ്കര സെക്യൂരിറ്റി ഭയങ്കരമായിട്ടുള്ള സ്ഥലം. ഇതങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ കോട്ടേജിന്റെ തൊട്ടിപ്പുറത്തും അപ്പുറത്തൊക്കെ മിലിറ്ററിക്കാര് വരുന്നു. അവരുടെ തോക്കുകളുണ്ട്, ബാഗുകളുണ്ട്. നമുക്കപ്പൊ എന്തെങ്കിലും ഉണ്ടാവും. അതായത് ഞങ്ങള് മാത്രമല്ലോ ഇവര് ഞങ്ങളെ വളയെ ഞങ്ങളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ എന്നുള്ളൊരു പേടി നമുക്ക് വരും. അതും അലീന എന്നിട്ടിരുന്നത് ഈ ഒളീവ് ഗ്രീൻ ടീഷർട്ടും മറ്റേ കാക്കി പാന്റും ഒക്കെ ഏതാണ്ട് ഇവരുടെ യൂണിഫോം പോലെ. അലീന നടന്ന അവര് പറയാം എന്ത് ഇവിടെ പോയി മാർച്ച് ചെയ്തൊക്കെ. ഓ അത് അടിപൊളിയായിട്ടാ. അപ്പൊ നമ്മളെ കാണുമ്പോ അവരെ പുഷപ്പ് അടിക്കാൻ തൊട്ടപ്പുറത്ത് നമ്മളിപ്പോ പുറത്തിരിക്കുകയാണ്, പുറത്തിരിക്കുമ്പോ ഞാൻ പറയാം ചേച്ചി വന്നിട്ട് എന്നോട് അതെ അവിടെ നല്ല ടീമുകൾ വന്നിട്ടുണ്ട് നമുക്കൊന്നും പോയി കണ്ടിട്ട്. അവര് പുഷപ്പ് അടിക്കുന്നു, അപ്പൊ ഞങ്ങളെ കാണുമ്പോ അവര് കുറച്ചും കൂടി കൂടുതൽ ഇലാസ്റ്റിക് ബാൻഡ് ഉപയോഗിച്ച് എക്സസൈസുകൾ ചെയ്യുന്നു. ഭയങ്കര നിർത്താത്ത പരിപാടി. ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കിച്ചണിന്റെ അവിടെ നിന്ന് ഒരു ഡോർ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും റിഫ്ലക്ഷൻ അടിച്ച് കാണുകയും ചെയ്യാം. അപ്പൊ ഞങ്ങൾ ചായക്ക് ഉണ്ടാക്കുമ്പോ ഇവരുടെ പരിപാടിയൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ വായി നോക്കാൻ നമുക്ക് വേണ്ടേ. അതൊക്കെ മനസ്സിലാവും. കൊറേ സോൾജേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. റിസർവ് സോൾജേഴ്സ് ആണ്. അവര് ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് എന്തോ പരേഡൊക്കെ ഉണ്ടായിരുന്നു അവിടെ, എന്തോ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞു. അത് വന്നിട്ടാണ് പോണൊക്കെ മുന്നോ അല്ല വന്നിട്ടാണ് നമ്മള് പോകുമ്പോഴേ ഉണ്ടായിരുന്നു. വന്നിട്ടാണ് നമ്മൾ ചായ കുടിക്കാന്ന് വെച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ഇവര് കസർത്തുകൾ കാണിക്കുന്നത്. അങ്ങനെ അന്ന് നമ്മൾ എല്ലാവരും കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നല്ല ക്ഷീണമായിരുന്നു, കാരണം ഈ വെള്ളത്തിൽ കളിയില് നല്ല ക്ഷീണായിട്ട്. അത് കഴിഞ്ഞ് രാത്രി പിറ്റേ ദിവസം നമ്മൾ ചെക്ക് ഔട്ടിന്റെ ദിവസമാണ്. പക്ഷെ അതിന് മുന്നേ ഞങ്ങൾക്ക് ക്യാമ്പർ വാന്റെ നമ്മുടെ പറക്കുംതളിക വീഡിയോ പറക്കുംതളിക നമ്മള് പരിപാടി ഉണ്ട്. അത് ചെയ്യുന്നത് നമ്മള് ഈ മിലിറ്ററിക്കാരുടെ ഇതിന്റെ മുൻപിൽ നിന്നിട്ടാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ഇവര് പിടിച്ചോണ്ട് പോവോ നമ്മളെ എന്തായാലും നമുക്ക് അവിടെ ചെയ്യണം. കാരണം അതൊരു നല്ല പ്ലേസ് ആയിരുന്നു, നമുക്ക് ഒതുങ്ങി കിട്ടിയൊരു പ്ലേസ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഇനി ഒരു തീ വെച്ചിട്ടുള്ള കളി കളിക്കാനുള്ള ഒരു സ്ഥലമില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ ഇനി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ആരുമില്ല, ഒഴിഞ്ഞോ ഒഴിഞ്ഞു. അങ്ങനെ അവിടെ നിന്നാണ് ശരിക്കും പറക്കുംതളിയുടെ വിഷ്വൽസ് എടുത്ത്. നല്ല പിറ്റേ ദിവസം നല്ല ക്ലൈമറ്റും ആയിരുന്നു, സൺഡേ ആയിരുന്നു. അപ്പൊ നമ്മള് ആദ്യം ഷൂട്ട് ചെയ്തു, 2-3 റീടേക്ക് ഒക്കെ പോയി. അടി റീടേക്ക് പോയി കർപ്പൂരം കത്തിട്ട് നമ്മള് എറിയാണ്. അപ്പൊ മിലിറ്ററിക്കാരെനിക്ക് തോന്നുന്നു അവര് ചല്ല കൂടെ നോക്കുന്നുണ്ട്. അവര് ഏത് മറ്റേ പട്ടാളത്തിൽ അവർക്ക് ചെറിയ പേടിയുണ്ട്. ഇനി നമ്മളാണെങ്കിൽ ഇങ്ങനെ വിചിത്രങ്ങളായ കാര്യങ്ങളാണ് ചെയ്യണത്. വണ്ടിയുടെ മുന്നിൽ ഇങ്ങനെ വണ്ടി കത്തി. അവരെന്താ ആലോചിക്കുന്നുണ്ടാവില്ല നമ്മളിങ്ങനെ ആരുമോ. അല്ല അത് ഓരോ കൾച്ചറിന്റെ ഇതാണല്ലോ. അപ്പൊ അവർക്ക് ഈ കൾച്ചർ അറിയില്ല ഇങ്ങനെ നമ്മൾ ചെയ്യുന്നുള്ളത്. അപ്പൊ പക്ഷെ അവർക്ക് മനസ്സിലാവും. അതായത് വീഡിയോ എടുക്കുന്നുണ്ട് നമ്മള്. അത് നമ്മള് മാത്രല്ല ബബിൾസും ആദ്യം എല്ലാവരും അതെ. അപ്പൊ അത് കുട്ടികൾ വെച്ചാൽ അപ്പൊ അവർക്ക് മനസ്സിലായിണ്ടാവും നമ്മളൊരു കൾച്ചറിന്റെ ഭാഗമായിരിക്കാം. പിന്നെ ചിലപ്പോ അവര് സോഷ്യൽ മീഡിയയിലും അറിഞ്ഞിട്ടുണ്ടാവാം. എന്നാലും അവര് പുറത്തേക്കൊന്നും വന്നില്ല. ചിലപ്പോ അങ്ങനെ വാതില് പിന്നിലെ ഒളിച്ചിരിക്കായിരിക്കും. അന്ന് എനിക്ക് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ് സഞ്ജു ചേട്ടൻ പോയി മേടിച്ചു തോന്നുന്നു. തലേദിവസം നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പോവാനുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് നേരെ പോയത് അടുത്ത 10 മണിക്കാണ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തത്. പിസയുടെ അടുത്തെന്ന് പറയാനില്ല, എന്തിനാണ് അവിടെ പോയത് ഇപ്പൊ ചിന്തിക്കുമ്പോ. അതായത് അതിന്റെ ഇടയിൽ നമ്മളൊരു സ്ഥലം കൂടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു തെർമൽ ബാത്ത്. പിന്നെ നമ്മള് വയ്യാണ്ടായി തെർമൽ ബാത്തും പിന്നെ മറ്റേ മരിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിക്ക് മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഇപ്പൊ കാണോ, അതിപ്പൊ കഴിയും. അല്ലെങ്കിൽ വേണ്ട, അതൊക്കെ പിന്നെ കാണാൻ പോവാ. അതൊരു 3 hours ഡ്രൈവ് ഉണ്ട്, അത് ശരിയാവില്ല. പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ എല്ലാവരും ഇങ്ങനെ വണ്ടി ഓടിച്ച് ടയേർഡാവും എന്നുള്ള രീതിയിൽ എത്തിയപ്പോ നമ്മള് വണ്ടി ഓടിക്കുക, കിടന്നുറങ്ങാൻ, വീണ്ടും വണ്ടി ഓടിക്കുക. പക്ഷെ അത് ടയേർഡായാലും ഒരു സന്തോഷമുള്ള ഒരു ട്രിപ്പ് തന്നെയായിരുന്നു. അപ്പൊ ഈ ക്യാമ്പർ ട്രിപ്പിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി അതാണ്. നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുകയാണെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ എന്നാൽ നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിലിറ്റിയാണ്. അങ്ങനെ നമ്മൾ അവിടേക്ക് ഇനി പോയോണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് പോകുന്നത്
ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ പറയാലോ. എനിക്ക് തോന്നുന്നത് കുറച്ച് ലോങ് ആയി പോയിട്ടുണ്ടായിരിക്കും. ഞങ്ങള് കുറച്ച് നാളായാലേ പോയിട്ട്, അപ്പൊ പണ്ടത്തെ അതിങ്ങനെ ഓർത്തോർത്തോർത്ത് അതിൽ ചിരിച്ച് ഉല്ലസിച്ച് വേറെ കടയിൽ പോയി. അതെ. അപ്പൊ നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.